എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അതല്ലല്ലോ ഇപ്പോഴത്തെ കാര്യം. അച്ഛന് ബൈക്ക് തരാൻ പറ്റുമോ? വേണ്ട, ഇനി രാവിലെ പോയാൽ മതി. രാവിലെ ഞാൻ തരത്തില്ല. എനിക്ക് ബൈക്ക് വേണം, എനിക്ക് പോണോന്ന്. എടാ മോനെ, രാത്രി ഒറ്റയ്ക്ക് ബൈക്കിൽ പോണ്ട, നാളെ എല്ലാരും പോയാൽ മതി. എനിക്ക് ചായ തരാൻ പറ്റുമോ ഇല്ലേ? മക്കളെ, അച്ഛനെ അമ്മയും നീ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഇനി ജോലിയില്ല, വണ്ടി ഞാൻ എടുത്തോണ്ട് പോകും. തടയാൻ വന്ന എന്റെ സ്വഭാവമാണ്. ചേട്ടാ, രാത്രി എങ്ങും പോണ്ട. അച്ഛനും അമ്മയും കാല് പിടിച്ച് പറയല്ലേ, പിന്നെ എന്തിനാ ഇത്ര വാശി? നീ കൂടി ആവശ്യമില്ലാത്ത കാര്യത്തിൽ പറയണ്ട. അനിയത്തിയാണെന്നും ഞാൻ നോക്കൂല. അമ്മേ, ഈ ചേട്ടന് എന്ത് പറ്റിയത്? എടാ മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഞങ്ങളോട് പറയും. എല്ലാരും മാറി നിൽക്കും. എനിക്കൊന്നുമില്ല. എന്റെ മോനെ, ഈ അമ്മയോടെങ്കിലും പറയൂ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്കൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മദ്യം, മദ്യം, ഇവരെ ഞാൻ പിടിമുറുക്കി കഴിഞ്ഞു. മക്കളെ അന്ധമായി വിശ്വസിക്കുന്നു, മക്കളെ അന്ധമായി സ്നേഹിക്കുന്നു. എന്തിനൊന്നു ചോദ്യമില്ലാതെ എല്ലാം കൊടുക്കുന്നു. ഇവൻ ലഹരിക്കടിമയാണ്. എനിക്ക് പോയേ മതിയാവൂ. പോകരുത്, പോകരുത്. ഇപ്പോൾ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ലഹരിയാണ്. ആര് വേഗത്താൻ ലഹരിയിൽ വാഹനം ഓടിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല. അതൊക്കെ എനിക്കറിയാം. ആരും എന്നെ പഠിപ്പിക്കണ്ട. ലഹരിയിൽ വാഹനം ഓടിച്ചാൽ അമിത വേഗമാണ് ഫലം. അതൊക്കെ അല്ലേ ഒരു ത്രില്ല്. ചീറി പാഞ്ഞ് പറന്ന് പറന്ന് അങ്ങനെ. ലഹരിയിൽ വാഹനം ഓടിച്ചാൽ അപകടത്തിലാണ് അവസാനിക്കുന്നത്. ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ള തന്നെ. ആരെയും മത്സരിക്കാത്ത ലഹരി, ബോധം നഷ്ടപ്പെടുത്തുന്ന ലഹരി. ലഹരിയുടെ ഭീകരത, അമിതവേഗം, അശ്രദ്ധ, അകാല മരണം. അവരൊക്കെ പറഞ്ഞിട്ട് നീ അനുസരിച്ചില്ലല്ലോടാ പൊന്നു മോനെ. എന്റെ കൊതി തീരും മുമ്പേ നീ എങ്ങും പോകണ്ടോടാ. നീ അമ്മയ്ക്ക് ഇനി ആരുണ്ടടാ? എനിക്ക് എന്റെ ചേട്ടനെ വേണം. ഒരു പച്ചക്കുതിരെ പോലെ എന്റെ ചേട്ടൻ കിടക്കുന്നത് കണ്ടോ? എനിക്ക് എന്റെ ചേട്ടനെ വേണം. ഈ ചേരനേറ്റ ശരീരം നിങ്ങളുടേതാകരുത്. ഈ അമ്മയുടെ കണ്ണീരും ദുഃഖവും നിങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടാകരുത്. പുകയില ദുശീലങ്ങളിൽ ഒന്നാം. പുക നുകർന്നും പുകയില തിന്നും ചുണ്ടിനടിയിൽ ഒളിപ്പിച്ചും രസം കണ്ടെത്തുന്ന മഹാദുരന്തം. ശത്രുവാണെന്നറിയാതെ കൂട്ടുകൂടും, പിന്നെ വിടാതെ പിന്തുടരും. ക്യാൻസർ എന്ന മഹാരോഗമാണ് പകരം നൽകുന്നത്. മോനെ, മോനെ, എടാ മോനെ, നിങ്ങൾ ആരെങ്കിലും എന്റെ മോനെ കണ്ടോ? രാവിലെ ഇറങ്ങി പോയതാണ്. ഇതാ വിഷാദം ചുറ്റി വരുന്ന നിങ്ങളുടെ മകൻ. എടാ മക്കളെ, ഇന്നലെ നീ അത്താഴം കഴിച്ചില്ല, രാവിലെ കാപ്പിയും കുടിച്ചില്ല. നിനക്ക് വിശപ്പും ദാഹവും ഒന്നും ഇല്ലേ? എനിക്കൊന്നും വേണ്ട. എന്റെ വയറിനൊക്കെ ഒരു വേദന, വല്ലാത്ത ക്ഷീണമുണ്ട്. പഠിക്കാനൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടുള്ള ടെൻഷനാണ്. വാ, എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങ്. നാളെ രാവിലെ കോളേജിൽ പോകണം. എനിക്ക് പഠിക്കണ്ട, ഞാൻ കോളേജിൽ പോകുന്നില്ല. ആർക്കും എന്നോട് ഒരു സ്നേഹമില്ല. ആരുമില്ലെങ്കിലും ഞാനുണ്ട് മോനെ. ടീച്ചർമാർക്കൊക്കെ നിന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഞാൻ മറ്റുള്ള കുട്ടികളെ മോശമാക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുക. അങ്ങനെ വിട്ടുവിടുത്താൻ പറ്റില്ലല്ലോ. എന്നാൽ അത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അമ്മേ, ഇവൻ പുകവലിക്കുന്നത് നിങ്ങൾക്കറിയാമായിരുന്നു. എന്റെ മോന് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ കേട്ടോളൂ, അവനിപ്പോൾ പുകയില മാത്രമല്ല എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നു. രക്തത്തിൽ മാരക മയക്കുമരുന്ന് കുത്തിക്കയറ്റാതെ അവൻ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവന്റെ ജീവൻ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. ഇല്ല, ഇല്ല, എന്റെ മോനൊന്നുമില്ല. അമ്മേ, ഞാൻ ഇന്നലെ രക്തം ഛർദ്ദിച്ചു. എന്റെ ഈശ്വര, എന്നിട്ട് എന്താ അപ്പോൾ പറയാതിരുന്നത്? വാ, നമുക്ക് ആശുപത്രിയിൽ പോകാം. ശരീരം ആകെ വേദനിക്കുന്നു.